ഇത് 6 മണിക്ക് എല്ലാം അസംബിൾ ആവണം. 7 മണി 6 മണി 7 മണി 7 മണി 7:30 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലേ ഇത് തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് ഇങ്ങനെ വാടക ഇങ്ങനെ മീറ്റർ കയറുന്ന കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അത് കാരണം നമ്മളെല്ലാവരും എല്ലാം റെഡി ആയിരിക്കാൻ പറഞ്ഞു. അപ്പം 4 മണിക്കൊക്കെ റെഡിയായി. ഞാൻ ആദ്യം എണീറ്റ്, പ്രൊഡക്ഷൻ കൺട്രോളാണല്ലോ, ആദ്യം എണീറ്റെല്ലാം റെഡിയായി വെളിയിലോട്ട് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് കോരിച്ചൊരിയുന്ന മഴ. അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ കരുതി കുഴഞ്ഞു. നോക്കാം എന്ന് വിചാരിച്ച് 1 മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തു. 5 മണിയായി, മഴ നിൽക്കുന്നില്ല. 6 മണിയായി, മഴ നിൽക്കുന്നില്ല. ഞാൻ ഒരു 5 മണിയായപ്പം നിർമ്മാതാവിൻ്റെ ഡോറിൽ തട്ടി ഉണർത്തി പറഞ്ഞു, ഇങ്ങനെയാണ്, മഴ പെയ്യുന്നുണ്ട്, ഇന്നത്തെ നടക്കുന്ന ലക്ഷണം കാണുന്നില്ല, അതേപോലെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ അവിടെ നമ്മളെ തെച്ചിലും താമസിക്കുന്നതിൻ്റെ അടുത്ത് കയ്യപ്പൻകൂലുണ്ട്, മാലികപുരം. അപ്പോൾ അവിടെ ഗണപതിയുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, എൻ്റെ ഒരു അസിസ്റ്റന്റിനെ വിളിച്ചിട്ട്, എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അവിടെ പോയി ഒരു 11 തേങ്ങ അടിച്ചിട്ട് പോകും. ഷോലാവരം കുറച്ച് ദൂരമല്ലേ? ഷോലാവരം 40 കിലോമീറ്റർ ആണല്ലോ. അവിടെ റേസ് നടക്കുക, കാർ റേസ് ഒക്കെ അവിടെയാണ് നടക്കുന്നത് സാധാരണ. ഷോലാവരം റേസ് എന്ന് പറയും അവര്. അത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിയിട്ടേ അന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനായിട്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാഡാണ്. ഒള്ളി ഇതിന് വേണ്ടി മാത്രം, യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രം. അതാണ് ബാലൻസ് തെറ്റിയതാണോ ജയേട്ടന്? അതായത് ഈ 3 പ്രാവശ്യം ഇതെടുത്ത്, 4ാമത്തെ പ്രാവശ്യം തന്നെ. അപ്പൊ ഇതിന്റെ ഒരു സീൻ എങ്ങനെയെന്ന് വെച്ചാല്, സുകുമാരന്റെ ബൈക്കില് വില്ലനായ നമ്മളെ ബാലങ്കേ നായർ പെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഹെലികോപ്റ്റർ പൊങ്ങുന്നത്. ആ പൊങ്ങുന്ന സമയത്താണ് ഇവരവിടെ എത്തുന്നതും ഈ ബൈക്കിലെത്തും. ബൈക്ക് ഇതിന്റെ കൂടെ ചേസ് ചെയ്ത് പോയിട്ട് ബൈക്കിൽ എണീറ്റ് നിന്നിട്ട് ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്നതാണ്. എന്നിട്ട് അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഒരു ഇതാണ്. ആ ഷോട്ടാണ് എടുക്കുന്നത്. അത് പിടിക്കുന്നതിന് മുമ്പ്, ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ദൃക്സാക്ഷി പറയാൻ പറ്റുന്നത്. ഈ അതിൻ്റെ പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആള് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഡയറക്ടറുടെ അടുത്തും കൂടെ കോ-ആർട്ടിസ്റ്റ് ബാലങ്കേ നായരുടെ അടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഷോട്ട് തീർക്കാൻ പറ്റും. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത്, തൂങ്ങി തന്നെ കിടക്കുക, അത്രയാണ്. ബാക്കിയുള്ള സ്ട്രഗിളിങ് കയറി മേലോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ നിർത്തിത്തരാം. 10 മീറ്ററിന് മേലെ ആകുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് സ്റ്റഡിയായിട്ട് നിർത്തിത്തരാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നിൽക്കാം. ആ സമയത്ത് പക്ഷേ അദ്ദേഹം ഇത് പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി. ഈ ഹെലികോപ്റ്റർ പൊങ്ങി ഇങ്ങനെ പോകുന്നു. എന്നിട്ടാണ് തിരിച്ച് സ്റ്റഡിയായി ഇതായിട്ട് വരുന്നത്. ഈ പോണ പോക്കിൽ തന്നെ പുള്ളി ഈ നമ്മളെ മരത്തില് കയറാനായിട്ട് കാലി പണഞ്ഞ് അത് ചെയ്ത് പുള്ളി ബാലങ്കേ നായർ എന്ന് പറയുന്ന വില്ലനെ പിടിച്ച് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. ബാലങ്കേ നായർ എന്ത് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്, യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ സമ്പത്ത് എന്ന് പറയുന്ന പൈലറ്റ് അദ്ദേഹം ബെൽറ്റ് അഴിച്ചു. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ടിലേറ് ഇങ്ങനെയുള്ള ഒരു ഗോളം മാതിരി ഉണ്ടാവും. 2 സീറ്റേ ഉള്ളൂ അതിനകത്ത്. ഒന്ന് ഓടിക്കുന്ന ആള്, ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന. ഈ 2-ല് വന്ന് ഒരു പോയിന്റിൽ വെയിറ്റ് കൂടിയാൽ ബാലൻസ് പോകും. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ കൂടെ നിന്ന് കേൾക്കുന്ന ആളാണ്. തൊട്ടടുത്ത് ക്യാമറയുടെ അടുത്ത് കാണാണ്ട്. അതിനകത്തുനിന്ന് ഈ ബെൽറ്റും അഴിക്കുക മാത്രമല്ല ചെയ്തത്, കാല് വെടിയിലോട്ട് ഇട്ടിട്ട് ഈ ജയനെ തിരിച്ച് ചവിട്ടി ആക്രമിക്കാൻ, ചവിട്ടാനുള്ള ശ്രമവും നടത്തി. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ചവിട്ടുന്ന നടക്കുന്നതെല്ലാം നോക്കി നിന്നാൽ അപ്പോൾ ഒന്ന് ഒലഞ്ഞു.
ഹെലികോപ്റ്റർ അല്ലേ? പിന്നെ ഇങ്ങ് വരികയാണത്. ഉം. ഇങ്ങനെ ഞാൻ അപ്പം മനസ്സിൽ കുറിച്ചു കുഴപ്പമാണ്. ഞാൻ കിടന്ന് കൈവിടുന്നു. ഒരു പക്ഷേ കേട്ടിരുന്നെങ്കിൽ, ചാടിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഈ എയർ സ്ട്രിപ്പിന് പുറത്ത് ഏതാണ്ട് ഒരാൾ പൊക്കത്തിന് പുല്ല് വളർന്നിട്ടുണ്ട്, അതിലേക്ക് വന്ന് ചാടി വീഴുന്ന് കിട്ടിയാൽ ആ ഒരു പക്ഷേ കയ്യോ കാലോ ഒടിഞ്ഞിട്ട് പിന്നെ അങ്ങനെ രക്ഷപ്പെടാല്ല. അതൊരു വലിയ ഫെറ്റാൽ ഇഞ്ചുറി ഒന്നും അല്ലല്ലോ. ഉം. അപ്പൊ അത് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. വിളിച്ചില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നേരെ വന്നു തറയിലിടിക്കുന്നു. അപ്പൊ തൂങ്ങിയിരിക്കല്ലേ, ആഹാ. അദ്ദേഹത്തിന് മുട്ടാണ് ആദ്യം ഇടിക്കുന്നത്. ഓ തറയില് മുട്ടിടിച്ചതും കൈവിട്ടു. കൈവിട്ടപ്പോ കൈവിട്ടപ്പോ തല ഇങ്ങനെ അടിച്ചു. കുറയില്ലേ? നമ്മൾ ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ